ഹലോ എവരിവൺ, വെൽക്കം ടു ബോട്ടണി ബണ്ണി. കേരള ഡയറി ഡെവലപ്മെന്റ് നടത്തുന്ന കേരള PSC എക്സാമായ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെക്ഷനായിട്ടാണ് ഇന്ന് ബോട്ടണി ബണ്ണി നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എക്സ്ക്രീഷൻ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂടെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചാനൽ ജോയിൻ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ബോട്ടണി ബണ്ണി എന്ന് സെർച്ച് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. റീസെൻ്റ് ആയിട്ടുള്ള PSC അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് മറക്കാതെ നമ്മുടെ ഒഫീഷ്യൽ ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറി ഫാം ഇൻസ്ട്രക്ടറിനായിട്ട് ഫ്രീ ക്യൂസ് സെക്ഷൻസ് നമ്മൾ ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലും അതുപോലെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടിൻ്റെയും ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ക്വിസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് എല്ലാ വെനസ്ഡേയും 7 PM അപ്പോൾ ആ ഒരു ടൈമും ഡേറ്റും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ദി ഹോർമോൺ secreted by kidney is option A gastrin, option B secretin, option C erythropoietin, option D aldosterone. So option C erythropoietin ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Erythropoietin is a glycoprotein that is promoting the proliferation and differentiation of erythrocyte precursors. മേജർ സൈറ്റ് ഓഫ് എറിത്രോസൈറ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കിഡ്നി ആണ്. ഇത് കൂടാതെ ലിവറിനകത്തും എറിത്രോപോയിറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സോ വെനെവർ നമ്മുടെ ബോഡിയിൽ ലോ RBC കോൺസെൻട്രേഷൻ, അതായത് അനീമിക് കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ, അതായത് ലോ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ആയിരിക്കും ആ സമയത്ത് ബ്ലഡിന് ഉണ്ടായിരിക്കുക. ഡിക്രീസ്ഡ് ആയിട്ടുള്ള ഓക്സിജനേഷൻ ആയിരിക്കും ടിഷ്യൂവിന് ലഭിക്കുന്നുണ്ടാവുക. ഈ സമയത്ത് എറിത്രോപോയിറ്റിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നുണ്ട് കിഡ്നിയിൽ. സോ കിഡ്നി ഇൻക്രീസസ് ദ സെക്രീഷൻ ഓഫ് എറിത്രോപോയിറ്റിൻ. അങ്ങനെ ഇൻക്രീസ്ഡ് ആയ എറിത്രോപോയിറ്റിൻ സിന്തസിസ് എന്ന് പറയുന്നത് RBC സെൽസിന്റെ പ്രൊഡക്ഷന് കാരണമാവുന്നുണ്ട്. അതുവഴിയായിട്ട് നോർമൽ ആയിട്ടുള്ള RBC കോൺസെൻട്രേഷൻ അവിടെ മെയിൻറ്റെയിൻഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Which term refers to painful urination? Option A enuresis, option B dysuria, option C anuria, option D ketosis. So option B dysuria ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Enzyme renin is secreted by which organ? Option A stomach, option B lung, option C liver, option D kidney. So option D kidney ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. റെനിനെ കൂടാതെ രണ്ട് ഡിഫറെന്റ് ഹോർമോൺസും കൂടെ കിഡ്നി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. ഇത് കൂടെ കാൽസിട്രോൾ എന്ന് പറയുന്ന ഹോർമോണും കിഡ്നി സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. എറിത്രോപോയിറ്റിൻ ആയിക്കോട്ടെ റെനിൻ ആയിക്കോട്ടെ രണ്ടും എന്താണ്? പെപ്റ്റൈഡ് ഹോർമോണുകളാണ്. കാൽസിട്രോൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്റ്റീറോയിഡ് ഹോർമോൺ ആണ്. പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ അവരുണ്ടാക്കിയിരിക്കുന്നത് അമിനോ ആസിഡ്സ് വഴിയായിട്ടാണ്. കാൽസിട്രോൾ എന്ന് പറയുന്ന സ്റ്റീറോയിഡ് ഹോർമോൺ ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലിപ്പിഡ്സ് വഴിയായിട്ടാണ്. എറിത്രോപോയിറ്റിൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എറിത്രോപോയിറ്റിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോക്സിയ സിറ്റുവേഷനിലാണ്, അതായത് ഇൻസഫിഷ്യന്റ് ആയ ഓക്സിജൻ സപ്ലൈ ടിഷ്യൂസിന് ഉണ്ടാകുമ്പോഴാണ് എറിത്രോപോയിറ്റിന്റെ പ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇതുവഴിയായിട്ട് RBCയുടെ ഫോർമേഷൻ നടക്കുന്നതും നമ്മൾ കണ്ടു. റെനിൻ എന്ന് പറയുന്നത് സെക്രീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? റെനിൻ സെക്രീറ്റ് ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ കമ്മിയാവുമ്പോഴും അതുപോലെ ലോ സോഡിയം ലെവൽ ഉള്ളപ്പോഴാണ് റെനിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി റെനിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ RAS സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അവർ കാർഡിയക് ഔട്ട്പുട്ടിലും അതുപോലെ ആർട്ടറിയൽ പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ അവർ മെയിൻ റോള് വഹിക്കുന്നുണ്ട്. കാൽസിട്രോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്റ്റീവ് ഫോം ഓഫ് വിറ്റാമിൻ D. അപ്പോൾ കാൽഷ്യം ബൈൻഡിങ് പ്രോട്ടീന്റെ ഫോർമേഷനെ ഒരുപാടധികം സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് കാൽസിട്രോൾ എന്ന് പറയുന്ന ഹോർമോൺ. ഇത് കൂടാതെ ഇൻറ്റസ്റ്റൈനിലുള്ള കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനെ കാൽസിട്രോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് ഇല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോൺ ഫോർമേഷൻ, അതായത് മിനറലൈസേഷൻ ഓഫ് ബോണിലും കാൽസിട്രോളിന് വലിയൊരു റോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
The yellow color of urine is due to option A, uric acid, option B, urea, option C, urochrome, option D, melanin. So, yellow color of urine എന്ന് പറയുന്നതിന് responsible ആയിരിക്കുന്നത് option C, urochrome ആണ്. The gland situated on the top of the kidney. Option A, adrenal gland. Option B, thyroid gland. Option C, pineal gland. Option D, pituitary. So, option A, adrenal gland ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Adrenal glandകളെ നമുക്ക് suprarenal gland എന്നും വിളിക്കാൻ പറ്റും. So, ഈ suprarenal gland അഥവാ adrenal gland എന്ന് പറയുന്നത് small ആണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അല്ലേ, ചെറുതാണ്. അവർ triangular shape ലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. And it is located on top of both kidneys. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി adrenal gland ചില hormones produce ചെയ്യുന്നുണ്ട്. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുക, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുക, ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുക. ഇതുകൂടാതെ സ്ട്രെസ്സിന് റെസ്പോൺസ് ആയിട്ടും ഈ പറയുന്ന ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യൂറിക് ആസിഡ് is a chief excretory product in option A, insects, option B, earthworm, option C, amphibians, option D, mammals. So option A, insects ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള നൈട്രജൻ വേസ്റ്റുകളാണ് ഓരോ അനിമൽസും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസം എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ അമോണോടെലിക് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ യൂറിയോടെലിക് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി അഥവാ യൂറിക് ആസിഡ് ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവരെന്ത് വിളിക്കും? യൂറിക്കോടെലിക് എന്ന് പറഞ്ഞ് വിളിക്കും. സോ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഫിഷസ് എന്നൊക്കെ പറയുന്നത്. ഇനി യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മാമൽസ്, അതായത് മനുഷ്യര്. ആംഫിബിയൻസ്, ഫ്രോഗ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഷാർക്ക്, ബോണി ഫിഷസ് ഒക്കെ യൂറിയോടെലിക് ആയിട്ടാണ് പറയുന്നത്. ഇനി യൂറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബേർഡ്സ്, ഇൻസെക്ട്സ്, റെപ്റ്റൈൽസ്, ലാൻഡ് സ്നെയിൽസ് ഒക്കെ. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ഈസ് നോൺ ആസ് ഓപ്ഷൻ എ ബൗമാൻസ് ക്യാപ്സ്യൂൾ, ഓപ്ഷൻ ബി നെഫ്രോൺ, ഓപ്ഷൻ സി റീനൽ ആർട്ടറി, ഓപ്ഷൻ ഡി കളക്ടിംഗ് ഡക്ട്. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നെഫ്രോൺ ആണ്. സോ നെഫ്രോൺ എന്ന് പറയുന്നതാണ് കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഇവരെ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ വേസ്റ്റ് റിമൂവ് ചെയ്യുക, എക്സസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയൊക്കെ ബ്ലഡിൽ നിന്നും റിമൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നെഫ്രോണിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. സോ മെയിൻ ആയിട്ട് ബോഡിയുടെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ന്യൂട്രിയൻസിന്റെ റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, വേസ്റ്റുകളൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്, എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡിന്റെ റിമൂവൽ നടത്തുന്നുണ്ട് ബോഡിയിൽ നിന്ന്. അതുപോലെ സെക്രീറ്റ് ഹോർമോൺസ് ദാറ്റ് ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, ആസിഡ് റെഗുലേഷൻ ഒക്കെ നെഫ്രോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈച്ച് കിഡ്നി ഹാസ് 1 million കോംപ്ലക്സ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് വിച്ച് ഇസ് കോൾഡ് ആസ് നെഫ്രോൺസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി ഈ പറയുന്ന നെഫ്രോൺ രണ്ട് ഭാഗങ്ങളായിട്ട് പറയാം. ഗ്ലോമറുലസും അതുപോലെ റീനൽ ട്യൂബ്യൂളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ tuft of capillaries. നമുക്ക് കാണാം ഇവിടെ എഫറന്റ് ആർട്ടറിയോൾ കാണാം. എഫറന്റ് ആർട്ടറിയോൾ ആണ് അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡിനെ നമുക്ക് കിഡ്നിയിലോട്ട് കൊണ്ടുവരുന്നത്. ഇനി പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ആണ് ഇഫറന്റ് ആർട്ടറിയോൾ വഴി പുറത്തോട്ട് പോകുന്നത്. സോ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് നെഫ്രോണെ കാണാനായിട്ട് സാധിക്കുന്നത്, ഗ്ലോമറുലസും അതുപോലെ റീനൽ ട്യൂബ്യൂളും. Presence of excessive amount of urea in blood. Option A uricotelic, option B uremia, option C ketonuria, option D proteinuria. So option B uremia ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Uremia എന്ന് പറയുന്നത് it's a clinical syndrome marked by elevated concentration of urea in blood. So ഇതിനകത്ത് നമുക്ക് ഫ്ലൂയിഡ്സ്, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺ ഇംബാലൻസ് ഇങ്ങനത്തെ കുറെ അധികം ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നതായിട്ട് കാണാം. സോ ഇത് കൂടാതെ മെറ്റബോളിക് ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാവുകയും അതുവഴിയായിട്ട് കിഡ്നി ഡാമേജ് ഉണ്ടാവാനും ചാൻസസ് കൂടുതലാണ്. സിംറ്റംസ് നോക്കുകയാണെങ്കിൽ വോമിറ്റിംഗ്, നൗഷ്യ, മാൽ ന്യൂട്രീഷൻ, അനീമിയ, സ്വെല്ലിംഗ് ഉണ്ടാവാം, മസിൽ വീക്ക്നെസ്സസ്, ഹാർട്ട് ഫെയിലിയർ, ഡിക്രീസ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി, ഡ്രൈ സ്കിൻ, ഇംപെയർഡ് ആയിട്ടുള്ള കോഗ്നിഷൻ, ആൻസൈറ്റി, സ്ട്രോക്ക് ഇങ്ങനെയുള്ള പല കണ്ടീഷൻസും ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരാറുണ്ട്. ഗ്ലൂക്കോസൂരിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത് എക്സസീവ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോഴാണ്.
സോ യൂഷ്വലി നമ്മുടെ കിഡ്നിക്ക് ഗ്ലൂക്കോസിന്റെ റീഅബ്സോർപ്ഷൻ ഉള്ള കപ്പാസിറ്റി കൂടുതലാണ്. പക്ഷേ ഈ കണ്ടീഷൻ എപ്പോഴും ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ലെവല് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുമ്പോഴാണ്. ഇത് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഡയബറ്റീസ് സിറ്റുവേഷനിലാണ്. ഇതിലത് കീറ്റോന്യൂറിയ എന്നതുണ്ട്. കീറ്റോന്യൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത് when there is more amount of ketone bodies which is present in the urine. So ഗ്ലൂക്കോസിനെ പോലെ തന്നെ കീറ്റോൺസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കീറ്റോൺസ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റും പ്രോട്ടീനും ഒക്കെ ബോഡിനകത്ത് ബേൺ ചെയ്യുന്നുണ്ട് ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കീറ്റോൺ ലെവലുകൾ കൂടുമ്പോഴാണ്, കുറെ നേരത്തേക്ക് ആ ലെവൽ ഹൈ ആയിരിക്കുമ്പോഴാണ് ബോഡി അസിഡിക് ആവുകയും ആ ഒരു സിറ്റുവേഷൻ ബോഡിക്ക് ഹാംഫുൾ ആയി മാറുകയും ചെയ്യുന്നുണ്ട്. Inflammation of glomeruli of kidney is called option A renal failure, option B renal calculi, option C glomerulonephritis, option D Alport syndrome. So option C glomerulonephritis ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗ്ലോമറുലസ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നതെന്ന്. സോ ഗ്ലോമറുലസിന്റെ ഡാമേജ് സംഭവിക്കുക ടൈനി ഫിൽറ്റേഴ്സ് ഇൻസൈഡ് ദ കിഡ്നി ആണ് ഗ്ലോമറുലൈ എന്ന് പറയുന്നത്. അവരുടെ ഡാമേജ് ഉണ്ടാവുമ്പോഴാണ് ഗ്ലോമറുലോനെഫ്രിറ്റിസ്, അതായത് ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോഴാണ് ഗ്ലോമറുലോനെഫ്രിറ്റിസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവുന്നത്. സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഹെമറ്റോയൂറിയ, അതുപോലെ പ്രോട്ടീനൂറിയ, ഹൈ ബ്ലഡ് പ്രഷർ, ഫ്ലൂയിഡ് റിട്ടൻഷൻസ് ഉണ്ടാവുക, അതായത് സ്വെല്ലിംഗ് സംഭവിക്കുക, ഹാൻഡ്, ഫേസ്, ഫീറ്റ്, അബ്ഡോമൻ ഇതിന്റെയൊക്കെ സ്വെല്ലിംഗ് സംഭവിക്കാം. യൂറിനേഷൻ ഇവിടെ കമ്മിയായിരിക്കും. നൗസിയ, വോമിറ്റിംഗ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം. ഹെമറ്റോയൂറിയ എന്ന് പറയുന്നത് യൂറിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബ്ലഡ് സെൽസ് ഫോർമേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൂടാതെ പ്രോട്ടീനൂറിയ എന്ന് പറയുന്നത് എക്സസീവ് ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് യൂറിനിൽ ഉണ്ടാവുമ്പോഴാണ് അതിന് നമ്മൾ പ്രോട്ടീനൂറിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. Anginal glands or green glands perform the excretory function in option A crustaceans, option B cockroach, option C butterfly, option D earthworm. So anginal glands അല്ലെങ്കിൽ green glands ന്റെ excretory function നമുക്ക് കാണാൻ സാധിക്കുന്നത് crustaceans ആണ്. crustaceans എന്ന് പറയുമ്പോൾ prawns ഒക്കെയാണ് ഇതിനകത്ത് included ആയിരിക്കുന്നത്. excretory organs in different animals നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്മ ലെമ്മയാണ് അമീബ പോലുള്ള പ്രോട്ടോസോവൻസിലെ എക്സ്ക്രിറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ജനറൽ ബോഡി സർഫസ് വഴിയായിട്ടാണ് പോറിഫറ അതായത് സ്പോഞ്ചസ്, സീലൻഡ്രേറ്റ്സ് ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഫ്ലെയിം സെൽസ് ആണ് പ്ലാറ്റി ഹെൽമിന്തസിൽ വരുന്ന എക്സ്ക്രിറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. അനലിഡ്സ് അതായത് എർത്തോമിൽ നോക്കുകയാണെങ്കിൽ അതിൽ നെഫ്രീഡിയ ആണ് എക്സ്ക്രിറ്ററി ഓർഗൻ. മാൽഫീസിയൻ ട്യൂബ്യൂൾസ് ആണ് കോക്രോച്ചിലൊക്കെ വരുന്ന എക്സ്ക്രിറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. സ്പൈഡേഴ്സിൽ നോക്കുകയാണെങ്കിൽ കോആക്സൽ ഗ്ലാൻഡ്. കിഡ്നി ആണ് നമ്മുടെ മാമൽസ് വെർട്ടിബ്രേറ്റ്സിലൊക്കെ വരുന്ന മെയിൻ എക്സ്ക്രിറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ആന്റിന അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് എന്ന് പറയുന്നതാണ് ക്രസ്റ്റേഷ്യൻസ് അതായത് പ്രോൺസിലൊക്കെ കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെയാണ് നമ്മുടെ ഗ്രീൻ ഗ്ലാൻഡ് അതായത് ആന്റിനൽ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത്. The cortex extends in between the medullary pyramids as renal columns called option A pelvis, option B cortex, option C medulla, option D columns of Bertini. So option D columns of Bertini ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് columns of Bertini എന്ന് പറയുന്നത്. Towards the center നമ്മുടെ inner concave surface of the kidneyയിൽ നമുക്കൊരു നോച്ച് ലൈക്ക് സ്ട്രക്ചർ ആയ ഹിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുവഴിയായിട്ടാണ് യൂറേറ്റർ, ബ്ലഡ് വെസൽസ്, നെർവ്സ് ഇതൊക്കെ എൻ്റർ ചെയ്യുന്നത്. ഇന്നർ ടു ദ ഹിലം നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? റീനൽ പെൽവിസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഈ റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൊജക്ഷൻസ് ആണ് കാൽസിസസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നമുക്കിവിടെ കാണാം മേജർ ആൻഡ് മൈനർ കാൽസിസസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഔട്ടർ ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി ഇൻസൈഡ് ദ കിഡ്നി നമുക്ക് രണ്ട് സോൺസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഔട്ടർ ആയിട്ടുള്ള കോർട്ടെക്സ് അതായത് റീനൽ കോർട്ടെക്സ്, അതുകൂടാതെ മെഡുല്ല നമുക്ക് കാണാൻ സാധിക്കും. റീനൽ മെഡുല്ലയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മെഡുലറി പിരമിഡ്സ് ആയിട്ട് കുറെ അധികം പിരമിഡ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് റീനൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. The renal tubule begins with a double-walled cup-like structure which is called as option A Bowman's capsule, option B medulla, option C cortex, option D columns of Bertini. So option A Bowman's capsule ആണ് ശരിയായ ഉത്തരം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ കപ്പ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്.
സോ ടുഗദർ വിത്ത് ഗ്ലോമറുലസ്, അതായത് ഗ്ലോമറുലസ് എന്ന് പറയുമ്പോൾ ഒരു ടുഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണെന്ന് പറഞ്ഞിരുന്നു. സോ ഗ്ലോമറുലസ് അലോങ് വിത്ത് ബൗമാൻസ് ക്യാപ്സ്യൂൾ ആണ് മാൽഫീസിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസൽ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. A hairpin shaped loop which has descending and ascending limb. Option A, Henle's loop. Option B, distal convoluted tubule. Option C, collecting duct. Option D, proximal convoluted tubule. So hairpin shaped loop which has descending and ascending limb എന്ന് പറയുന്നത് Henle's loop ആണ്. So option A ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് Henle's loopനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡിസെൻഡിങ് ലിംബും ഉണ്ട്, അതുപോലെ അസെൻഡിങ് ലിംബും നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദിസ് ഇസ് ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് Henle's loop ആൻഡ് ദിസ് ഇസ് ദി അസെൻഡിങ് ലിംബ് ഓഫ് Henle's loop. ഇത് കൂടാതെ നമുക്ക് എഫറന്റ് ആർട്ടറിയോളും അതുപോലെ വാസ റെക്ടേനയും ചേർന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലഡ് ഫിൽട്രേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് വാസ റെക്ട പ്രസന്റ് ആയിരിക്കുന്നത്. ഇൻ മെജോറിറ്റി ഓഫ് നെഫ്രോൺസ് ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ട് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ഓൺലി എ വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല. സോ അങ്ങനെയുള്ള നെഫ്രോൺസിനെയാണ് കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം റീനൽ മെഡുലയും കാണാം, റീനൽ കോർട്ടെക്സിനെയും കാണാം. ഇവിടെ നമ്മുടെ Henle's ലൂപ്പും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻ കേസ് ഓഫ് കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ലിറ്റിൽ ആണ് ഈ പറയുന്ന ലൂപ്പ് ഓഫ് ഹെൻലി. അതേസമയം ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ Henle's ലൂപ്പ് ഭയങ്കര ലോങ് ആണ് ആൻഡ് ഇറ്റ് ഇസ് റണ്ണിങ് ഡീപ്പ് ഇൻ ടു ദ മെഡുല അല്ലെ. അപ്പൊ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് റീനൽ മെഡുലയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇൻ കേസ് ഓഫ് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ. The efferent arteriole emerging from the glomerulus forms a fine capillary network around the renal tubule which is called as option A, peritubular capillaries. Option B, Henle's loop. Option C, distal convoluted tubule. And option D, collecting duct. So option A, peritubular capillaries ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇതാണ് peritubular capillaries എന്ന് പറയുന്നത്. The amount of filtrate formed by the kidney per minute is called as option A, glomerular filtration rate. Option B, reabsorption. Option C, ultrafiltration. Option D, glomerular filtration. So option A, glomerular filtration rate ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. The first step in urine formation ആണ് filtration of blood എന്ന് പറയുന്നത്. അത് carry out ചെയ്യുന്നത് glomerulus ആണ്. അതുകൊണ്ട് തന്നെ അതിനെന്ത് വിളിക്കും? glomerular filtration എന്ന് വിളിക്കും. So epithelial cells of Bowman capsule നെയാണ് podocytes എന്ന് വിളിക്കുന്നത്. ഈ podocytes നെ നമുക്ക് intricate mannerൽ നമുക്ക് arranged ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ടാവും? കുറെ minute spaces നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ filtration slit അല്ലെങ്കിൽ slit pores എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇവിടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നത് ഭയങ്കര ഫൈൻ ആയിട്ടാണ് ഈ മെംബ്രെയിൻസ് ഫിൽട്ടർ ചെയ്യുക. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും എക്സെപ്റ്റ് പ്രോട്ടീൻസ് നമ്മുടെ ലുമനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതായത് ബൗമാൻ ക്യാപ്സ്യൂളിന്റെ ലുമനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും അൾട്രാ ഫിൽട്രേഷൻ. കാരണം അത്രയും ഫൈൻ ആയിട്ടുള്ള ഫിൽട്രേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. എക്സെപ്റ്റ് ആരാണ്? എക്സെപ്റ്റ് പ്രോട്ടീൻസ്. ബാക്കി എല്ലാം ഇവിടെ ഫിൽട്ടേർഡ് ആവുന്നുണ്ട്. ഇനി GFR റേറ്റ് അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഓഫ് ഹെൽത്തി ഇൻഡിവിജ്വൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് 125 ml per minute ആണ്. ദാറ്റ് ഈസ് 180 liters per day ആണ് ഇവിടെ ഫിൽട്ടർ ആവുന്ന ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇതും നോട്ട് ചെയ്യുക. Dash helps to maintain pH and ionic balance of body fluids by selective secretion of H ions അതായത് hydrogen ions and ammonia into the filtrate and by absorption of bicarbonate from it. Option A, Henle's loop. Option B, distal convoluted tubule. Option C, collecting duct. Option D, proximal convoluted tubule. ആരാണ് pH അതുപോലെ ionic balance of body fluids selective secretion of ions വഴിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ ഡി proximal convoluted tubule ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നെഫ്രോണിന്റെ സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് proximal convoluted tubule എന്ന് പറയുന്നത്. proximal convoluted tubule അഥവാ PCT എന്ന് പറയുന്നതിന് സിമ്പിൾ ആയ ക്യൂബോയിഡൽ ആയിട്ടുള്ള ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം ആണ് കാണാൻ സാധിക്കുന്നത്.
ഈ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ അത് അവരുടെ സർഫസ് ഏരിയ കൂട്ടുന്നുണ്ട്, അതുവഴിയായിട്ട് റീഅബ്സോർപ്ഷന് സഹായിക്കുന്നുണ്ട്. നിയർലി നമ്മുടെ എല്ലാ ന്യൂട്രിയൻസും, അതായത് 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്സും വെള്ളവും ഒക്കെ ഈ സെഗ്മെന്റിൽ, അതായത് പ്രോക്സിമിയൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ് റീഅബ്സോർപ്ഷൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബൗമാൻസ് ക്യാപ്സ്യൂൾ കാണാം, അതുകൂടാതെ ഗ്ലോമർലസ്, അതായത് ടുഫ്റ്റ് ഓഫ് കാപ്പിലറീസ് കാണാം, ഹെയർ പിൻ ഷേപ്പിലുള്ള ലൂപ്പ് ഓഫ് ഹെൻലി കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചേർന്ന് എത്തുന്നത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലാണ്. അത് പിന്നീട് കളക്ടിംഗ് ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണാം. ഹെൻലീസ് ലൂപ്പിനെ ചുറ്റപ്പെട്ടുകൊണ്ട് നമുക്ക് വാസ റെക്ടേനിയും ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. An increase in blood flow to arteria of heart can cause the release of option A, arterial natriuretic factor ANF, option B, renin, option C, antidiuretic hormone, option D, vasopressin. So option A, arterial natriuretic factor ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. കിഡ്നി സെക്രീറ്റ് ചെയ്യുന്നതല്ലാതെ കിഡ്നിനെ കൺട്രോൾ ചെയ്യുന്ന ചില ഹോർമോൺസും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള 3 ഹോർമോൺസ് ആണ് ആൽഡോസ്റ്റിറോൺ, ആന്റിഡ്യൂററ്റിക് ഹോർമോൺ, അതുപോലെ ആർട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ. സോ ഈ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോഡിയം ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം അയോൺസ്. അതാണ് ആൽഡോസ്റ്റിറോണിന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റിമുലേറ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ഡിസ്റ്റൽ ട്യൂബ്യൂൾസ്. അത് കൂടാതെ ADH എന്ന് പറയുന്നത് ഡൈയൂറസിസ് എന്ന് പറയുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ആർട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത് എക്സ്ക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് സോഡിയം അയോൺസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഡയൂറസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള യൂറിൻ പ്രൊഡക്ഷനെയാണ് ഡയൂറസിസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. Conditional reabsorption of Na plus and water take place in dash segment. Option A, Henle's loop. Option B, distal convoluted tubule. Option C, collecting duct. Option D, proximal convoluted tubule. So option D, distal convoluted tubule ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അതായത് ഹെൻലീസ് ലൂപ്പ് റീച്ച് ആവുന്ന ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നതിന് സെലക്റ്റീവ് ആയ സെക്രീഷൻ ആണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ, പൊട്ടാഷ്യം, അമോണിയ എന്നിവയുടെ സെലക്റ്റീവ് സെക്രീഷൻ വഴിയായിട്ട് pH മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ സോഡിയം പൊട്ടാഷ്യം ബാലൻസ് ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആയ DCT ആണ്. ഇവിടെ റീഅബ്സോർപ്ഷൻ ചെയ്യുന്നത് ബൈകാർബണേറ്റ് അയോൺസിനെയാണ്. Long duct that extends from cortex of the kidney to inner parts of medulla. Option A, Henle's loop. Option B, distal convoluted tubule. Option C, collecting duct. Option D, proximal convoluted tubule. So long duct that extending from cortex of the kidney to inner part of medulla എന്ന് പറയുന്നത് ഓപ്ഷൻ C, collecting duct ആണ്. That's the final duct. നമുക്കിവിടെ കാണാം ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ഇവിടെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. അതുവഴിയായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആണ് നമുക്ക് ഫൈനൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So this segment allow the passage of small amount of urea into the medullary interstitium. അതായത് മെഡുലറി റീജിയനിലേക്ക് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയനെ പാസേജ് ചെയ്യുന്നുണ്ട്. അതുവഴിയായിട്ട് അവിടെ ഓസ്മോളാരിറ്റി കീപ് ചെയ്ത് വരുന്നുണ്ട് ഈ പറയുന്ന കളക്ടിംഗ് ഡക്ട്. And it is also playing a role in maintenance of pH. അതുപോലെ അയണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ സെലക്റ്റീവ് ആയിട്ട് മാത്രമാണ് H+, അതായത് ഹൈഡ്രജനെയും അതുപോലെ പൊട്ടാഷ്യം അയോൺസിന്റെ ഒക്കെ സെക്രീഷൻ ചെയ്യുന്നത്. നമുക്കിവിടെ കാണാം അല്ലെ, കളക്ടിംഗ് ഡക്ട് റീനൽ മെഡുല്ലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. Mammals have the ability to produce a concentrated urine. The counter current mechanism take place in dash and dash in juxtamedullary nephron. Mammals-ന് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇത് നടക്കുന്നത് കൗണ്ടർ കറന്റ് മെക്കാനിസം വഴിയാണ്. അത് ഏതൊക്കെ റീജിയൻസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, മെഡുല്ല ആൻഡ് കളക്ടിംഗ് ഡക്ട്. ഓപ്ഷൻ ബി, ഹെൻലീസ് ലൂപ്പ് ആൻഡ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ലൂപ്പ്. ഓപ്ഷൻ സി, proximal convoluted tubule and distal convoluted tubule. Option D, Henle's loop and vasa recta. So option D, Henle's loop and vasa recta ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Flow filtrate in counter current mechanism എന്ന് പറയുമ്പോൾ
രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇൻ കേസ് ഓഫ് ഹെൻലീസ് ലൂപ്പ് ആയിക്കോട്ടെ വാസ റെക്ടൈൽ ആയിക്കോട്ടെ രണ്ടിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് നടക്കുന്നത്. കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ എന്താ? റീഅബ്സോർപ്ഷൻ ആണ്. വെള്ളത്തിന്റെയും റീഅബ്സോർപ്ഷൻ ആണ് നടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആണ് നമുക്ക് ഫൈനൽ ആയിട്ട് ലഭിക്കേണ്ടത്. അതേപോലെ ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷനും നടക്കുന്നത് കിഡ്നിയിലാണ്. ഇവിടെ കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് കാണാം അല്ലേ? ഈ ഡയറക്ഷനിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ട് ലിംബിലും ഫ്ലോ ചെയ്യുന്നത്. ഇവിടെയും വാസ റെക്ടൈലും അതേപോലെ ഹെൻലീസ് ലൂപ്പിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറഞ്ഞ് വിളിക്കാവുന്നതാണ്. രണ്ട് ലൂപ്പുകളാണുള്ളത്. അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ട്, അതുപോലെ ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ഉണ്ട്. വാസ റെക്ടയ്ക്കും അസെൻഡിങ് ലൂപ്പ് ഉണ്ട്, അതുപോലെ ഡിസെൻഡിങ് ലൂപ്പ് ഉണ്ട്. സോ വെള്ളത്തിന്റെ റീഅബ്സോർപ്ഷന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് NaCl എന്ന് പറയുന്നത് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി പുറത്തോട്ട് വിടുന്നുണ്ട്. അങ്ങനെ പുറത്തോട്ട് വിടുന്ന NaCl-നെ സ്വീകരിക്കുന്നത് ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് വാസ റെക്ടയാണ്. ഇവിടെ NaCl-നെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ സ്വീകരിച്ച NaCl-നെ നമ്മുടെ അസെൻഡിങ് ലൂപ്പ് ഓഫ് വാസ റെക്ട പുറത്തോട്ട് വിടുന്നുണ്ട്. അങ്ങനെ പുറത്തോട്ട് വിടുന്ന NaCl വഴിയായിട്ട് അവിടെ പിന്നെയും ഓസ്മോളാരിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുവഴിയായിട്ട് ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നിന്നും വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തോട്ട് അത് വിടുന്നുണ്ട്. അതുവഴിയായിട്ട് നമ്മുടെ ഫിൽട്രേറ്റ് എന്ന് പറയാം, അതായത് യൂറിൻ എന്ന് പറയുന്നത് വളരെയധികം കോൺസെൻട്രേറ്റ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഈസി ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് വാസ റെക്ടേനെയും അതുപോലെ തന്നെ ഹെൻലീസ് ലൂപ്പിനെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇമാജിൻ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ശരിക്കുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ അങ്ങനെ കോൺസെൻട്രേറ്റഡ് യൂറിൻ നമുക്ക് ലഭിക്കുമ്പോൾ യൂറിയ എന്ന് പറയുന്നത് കളക്ടിങ് ഡക്റ്റിൽ നിന്നും പുറത്തോട്ട് വിടുന്നുണ്ട്. അങ്ങനെയാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം വഴിയായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത യൂറിൻ ലഭിക്കുന്നത്. കേരള ഡയറി ഡെവലപ്മെന്റ് നടത്തുന്ന കേരള PSC എക്സാം ആയ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനായിട്ട് നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ബാച്ച്, അതായത് 5ാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റയർ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള PDF മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. 1000-ലധികം ചോദ്യങ്ങൾ ക്വിസ് രൂപത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓരോ ടോപ്പിക് ബേസ് ചെയ്ത് ക്വിസുകളും ഉണ്ടായിരിക്കും. ടൈം ടു ടൈം റിവിഷൻസും അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളെല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ബോട്ടണി അതുപോലെ തന്നെ ഡയറി സയൻസിന്റെ എൻ്റയർ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ററാക്റ്റീവ് ആയ സെക്ഷൻസ് ഉണ്ടായിരിക്കും. സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. സ്റ്റഡി പ്ലാനിന്റെ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എൻ്റയർ സിലബസിന്റെ കംപ്ലീഷനും ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു പ്രിപ്പറേഷന്റെ സെൽഫ് അനാലിസിസ് ആണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. കൂടെ നിങ്ങൾക്ക് റിവിഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ക്വിസും നിങ്ങൾക്ക് കളിച്ചു നോക്കാവുന്നതാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്റ്റഡി സപ്പോർട്ടാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറായ 9995264596 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മടിക്കാതിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എൻ്റയർ സിലബസിന്റെ സ്റ്റഡി സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സ് ആണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ളത്. നിങ്ങളുടെ പേയ്മെൻറ്റ് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിലോട്ട് പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ ഒരു സ്ക്രീൻഷോട്ട് അതേ നമ്പറിലുള്ള വാട്സപ്പിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ കോഴ്സിൻ്റെ പേരും സ്പെസിഫൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രാക്ടീസ് സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോനെ കുറിച്ചും അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുമ്പോഴാണ് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള എനർജി നമുക്കുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ മറക്കാതെ അമർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മി യുവർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.